നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ വിഷയത്തിന് തലക്കെട്ട് നിനക്കു കഴിയാത്തതിൽ ദൈവം ഇടപെടുമെന്നുള്ളതാണ്. 61-ാമത്തെ സങ്കീർത്തനം 2-ാമത്തെ തിരുവചനമാണ്. അവിടെ വചനം വെളിപ്പെടുന്ന എങ്ങനെയാണ്? ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ഹല്ലേലൂയ. ഒന്നും മനസ്സിലായില്ലല്ലോ. അതായത് ഹൃദയം തകർന്ന ഞാൻ, അത് നിങ്ങൾക്ക് എന്തായാലും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. പല വിധത്തിൽ നമ്മൾ ഹൃദയം തകർന്നവരാണ്, പല വിധത്തിൽ. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു സ്ക്രാച്ച് വന്നു, ബന്ധം തകർന്നു. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു സ്ക്രാച്ച് വന്നു, ഹൃദയം തകർന്നു. അല്ലാന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ പെട്ടെന്ന് ഒരാൾ മരിച്ചുപോയി, ഹൃദയം തകർന്നു. നമ്മുടെ ബിസിനസ് ആകെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഹൃദയം തകരുന്ന അവസ്ഥകൾ സ്വാഭാവികം എല്ലാ ജീവിതാന്തസ്സിലും. അപ്പോൾ ഹൃദയ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, ഭൂമിയുടെ അതിർത്തി എന്ന് പറയുന്നത് എന്താ അല്ലേ എന്ന് പറഞ്ഞാൽ ഭൂമി അവസാനിക്കുന്നത് എന്ന്, ഇനി അങ്ങോട്ടൊരു ഓപ്ഷൻ ഇല്ല അല്ലേ. ഇപ്പൊ കടൽ അല്ലേ, ഭൂമി അങ്ങ് തീർന്ന് പിന്നെ സമുദ്രമാണ് എന്ന് പറയുന്നത് പോലെ അങ്ങോട്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അല്ലേ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുക. അതിർത്തി എന്നൊക്കെ വിളിച്ചാൽ കേൾക്കാൻ സാധ്യതയില്ല, സെൻറ്ററൊക്കെ അങ്ങനെയല്ല, അത്രയും തകർക്കപ്പെട്ടു. എന്നിട്ട് പറയാണ് വിളിച്ചപേക്ഷിക്കുക, അവിടുത്തെ വിളിച്ചപേക്ഷ പറയാ, എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ എന്ന് പറഞ്ഞാൽ എൻ്റെ നമ്മളൊരു വെള്ളത്തിൻ്റെ ഒഴുക്കിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒരു രക്ഷയില്ല. ആ സമയത്ത് എൻ്റെ സഹോദരങ്ങൾ ആരെങ്കിലും പെട്ടെന്നൊരു എന്തെങ്കിലും നമ്മളെ ഇങ്ങോട്ട് പൊക്കിയെടുത്തിട്ട് പാറയുടെ മുകളിൽ കയറ്റി നിർത്തിയാൽ സുരക്ഷിതമായി എന്ന് പറയുന്നത് എനിക്ക് അപ്രാപ്യമായി. എനിക്ക് ഒരു വെള്ളത്തിന് ഒഴുക്കിലൂടെ പോകുന്ന സമയത്ത് ഏതെങ്കിലും പാറയെ പിടിച്ച് കയറാൻ പറ്റും, എങ്ങനെ ആരെങ്കിലും ഹെൽപ്പ് വേണം, എനിക്ക് തന്നെ കയറാൻ പറ്റിയല്ല. അങ്ങനെയുള്ളൊരു പാറയുടെ മുകളിൽ കയറ്റി നിർത്തുമെന്ന് കർത്താവിൻ്റെ ആത്മ വെളിപ്പെടുത്തുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പാറയ്ക്ക് പല വ്യാഖ്യാനം കൊടുക്കാം അല്ലേ. സഭയിൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ വചനം വേണമെങ്കിൽ, ആശ്രയം അല്ലെ, പാറ, ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ പറയാം, നിങ്ങൾ ഹൃദയം തകർന്നവരാണോ? വിഷമിക്കരുത്. ഭൂമിയുടെ അതിർത്തിയിലാണ്, വിഷമിക്കരുത്. നിനക്കൊരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യത്തിലാണ് നീ, വിഷമിക്കരുത്. ആ പാറയുടെ മുകളിൽ കർത്താവ് നിന്നെ കയറ്റി നിർത്തും. വിശ്വസിക്കണം, ഉറപ്പായിട്ടും കഴിഞ്ഞ ദിവസത്തെ സാക്ഷികൾ കേട്ടില്ല എൻ്റെ സഹോദരങ്ങളെ അല്ലേ. ഇതുപോലത്തെ കാര്യങ്ങൾ ദൈവം ഇടപെടും. ധൈര്യമായിട്ടിരിക്കണം കേട്ടോ. ശനിക്കട്ടെ, നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഒരു മനസ്സോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളൊരു കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു, ഒറ്റയ്ക്കല്ല, ഒരുമിച്ചൊരു കുടുംബമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇടപെടണമേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടണമേ. കർത്താവെ ഹൃദയം തകർന്നവരെ അവിടുന്ന് തൊടണമേ. ഭൂമിയുടെ അതിർത്തികൾ നിലവിളിക്കുന്നവരെ കാണണമേ. കർത്താവ് ഞങ്ങൾക്ക് കയറിപ്പിടിക്കുക, ഞങ്ങൾക്ക് മുകളിൽ കയറാൻ പറ്റാത്ത പാറയുടെ മുകളിൽ ഉറപ്പുള്ള സ്ഥലത്ത് കർത്താവ് ഞങ്ങളെ കയറ്റി നിർത്തണമേ. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന കർത്താവെ, ഇവരുടെ കുടുംബത്തെ ശല്യം ചെയ്യുന്ന പൈശാചികതകളെ ബന്ധിക്കുന്ന വിട്ടുമാറട്ടെ, രോഗത്തെ ബന്ധിക്കുന്ന വിട്ടുമാറട്ടെ, തടസ്സങ്ങളെ ബന്ധിക്കുന്ന അഴിയട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവ് വർഷാവസാനത്തിലേക്ക് അടുക്കുമ്പോൾ കർത്താവ് ഓരോ മേഖലകളിലും അനുദപിക്കാനും തിരുത്താനും തീരുമാനമെടുക്കാനും ഇവരെ ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.